ഗൈസ് ആര് ജയിക്കുമെന്നുള്ള സ്ട്രെസ്സിൽ നമ്മൾ പഴംപൊരിയും പരിപ്പ് വടയും കൃഷിയ കണ്ട പഴംപൊരിയ കഴിക്കുന്നത്. കൃഷിയുടെ പഴംപൊരി പരിപ്പുവട. ഇതിലാര് ജയിക്കും, ആര് ജയിക്കുമെന്നുള്ള ടെൻഷനിൽ ബിഗ് ബോസിൽ നമ്മൾ ഇത് കഴിച്ചോണ്ടാണ് കാണുന്നത്. അപ്പോൾ സീസൺ 7 മത്സരാർത്ഥി ആരാണോ വിജയി? ആകാംക്ഷയുടെ മുൾമുനൽ ഇതാ മോഹൻലാൽ അനുമോളുടെയും അനീഷിന്റെ കരം പിടിച്ചിതാ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ റീഗൽ ജ്വല്ലറി ഒരു ഡയമണ്ട് നെക്ലസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആര്യനാണ് കിട്ടിയത്. ആര്യൻ അങ്ങനെ ആ ഡയമണ്ട് നെക്ലസ് ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലെയർ, അതായത് ബെസ്റ്റ് സപ്പോർട്ടീവ് പ്ലെയറിനുള്ള അവാർഡ് അവനാണ് കിട്ടിയത്, ഡയമണ്ട് നെക്ലസ്. കൂടെ തന്നെ അതിൻ്റെ 5th പ്രൈസ് തൊട്ട് 5th 4 3rd വരെ ഉള്ളവർക്ക് നമ്മുടെ മൈജി അവർക്ക് എല്ലാവർക്കും തന്നെ സമ്മാനം കൊടുത്തു. അങ്ങനെ ടൈറ്റിൽ വിന്നറിന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. ടൈറ്റിൽ വിന്നറിന് മാരുതി സുസുക്കിയുടെ ഒരു അടിപൊളി കാറും അനൗൺസ് ചെയ്യും. അങ്ങനെ ഇത് ആകാംക്ഷയുടെ മുൾമുന്നിൽ എല്ലാവരും നിൽക്കുകയാണ്. അങ്ങനെ ഏഷ്യാനെറ്റ് അനൗൺസ് ചെയ്യാൻ പോവാണ് ആരാണ് വിന്നർ. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആകാംക്ഷയുടെ മുൾമുന്നിൽ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് പ്രാർത്ഥനയോടുകൂടി നിൽക്കുകയാണെങ്കിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത്? അനീഷോ അതോ അനുമോളോ? ടെൻഷൻ കാരണം മോഹൻലാലൂടെ പറഞ്ഞു പെട്ടെന്ന് അനൗൺസ് ചെയ്യാൻ. ഞങ്ങളും ടെൻഷനിൽ നിൽക്കുക. അപ്പോൾ ലാലേട്ടൻ തന്നെ പറഞ്ഞു, ലാലേട്ടൻ തന്നെ പറയാൻ പോവാണ് ദ വിന്നർ ആരാണെന്ന് പറയാൻ പോവാണ് ഗായ്സ്. ബിഗ് ബോസ് സീസൺ 7 വിന്നർ നമസ്കാരം. ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. എന്താ വിന്നറായാല് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എന്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുക. ജൂലൈ 2 രാവിലെ 7 മണിക്ക് ഞാൻ ലാലേട്ടനെ പട്ടണം സോമക്ഷേത്രത്തിൽ വെച്ച് കണ്ടു. പക്ഷെ എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് പോകാനോ ഒരു ഫോട്ടോ എടുക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൂടെ നിന്നവരൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, ഇത്രയും അനുഭവം ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് എന്താ ലാലേട്ടൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതിലെന്നൊക്കെ. പക്ഷെ ഇപ്പൊ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം, എനിക്ക് ലാലേട്ടൻ്റെ കൂടെ നിൽക്കാനെങ്കിലും പറ്റുന്നു, ഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. വിന്നറായാലും ഒരുപാട് സന്തോഷം. ദൈവം, ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും, അതെല്ലാം എനിക്ക് ദൈവം സഹായിച്ചു തരുന്നുണ്ട്. ഒപ്പം ഇതും ഇനിയും അതുപോലെ സംഭവിക്കട്ടെ. ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ശരിയാണ്. പക്ഷേ ഇതിലും കുറേ അധികം നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മളെ റിയലായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ, നമ്മുടെ പിന്നീന്ന് കുത്തുന്നവർ, നമ്മളെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് നമ്മളെ കുത്തി നോവിപ്പിക്കുന്ന ആൾക്കാരും, മാറി മാറി നിന്ന് നോവിപ്പിക്കുന്നവരും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ അവസാനം സത്യം വിജയിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണിച്ചത്. അവളെ താഴ്ത്തി കെട്ടാൻ പലരും ശ്രമിച്ചു, പക്ഷേ അവരുടെ മുമ്പിൽ അവർ ജയിച്ചു. അവൾ ജയിച്ചെന്നുണ്ടെങ്കിൽ ഇതാണ് പറഞ്ഞത്, സത്യം വിജയിക്കും, സത്യമേവ ജയതേ. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗായ്സ്, നമ്മളെ നോക്കി കുറ്റം പറയുന്നവരുടെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെക്കും. അതാണ് എനിക്കിതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ വരും, നമ്മളെ താഴ്ത്തി കെട്ടുക എന്നുള്ള വിഷമങ്ങളൊക്കെ വരും. പക്ഷെ നിങ്ങൾ ഓർത്തോ, അവരുടെ തന്നെ മുമ്പിൽ നമ്മൾ വിജയിച്ച് നിൽക്കുന്ന ഒരു ദിവസം നമുക്കുണ്ടാകും. ഇതാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായ ഒരു വലിയ കാര്യം. നമുക്ക് ബിഗ് ബോസ് സീസൺ 8 നോക്കാം. അടിപൊളി പരിപാടിയുമായി നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ ബൈ.
ഇതിൻ്റെ ബാക്കിയും നമ്മൾ എടുത്തതാണ് കണ്ടോ. ഇതിനകത്ത് നമുക്കറിയാം ഒരു നല്ല കാര്യം വരുമ്പോൾ നമ്മളെ ഓടി വന്ന് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഓർത്തോ. കുശുമ്പുള്ളവർ മാറി നിൽക്കും. ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. സത്യം സ്നേഹമുള്ളവർ ഓടി വന്നു കെട്ടിപ്പിടിച്ചു. അതാണ് റിയലായിട്ടുള്ളവർ റിയലായിട്ട് തന്നെ കാണിക്കും. റിയാലിറ്റി ഇതിനകത്ത് അതും നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്.